നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. മണലൂരിൽ മധ്യവയസ്കയെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ഞനത്ത് യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിൽ. തളിക്കുളം എറണാകുളത്ത് ക്ഷേത്രോത്സവം ബുധനാഴ്ച ആഘോഷിക്കും. വാർത്തകൾ വിശദമായി നോക്കാം. മണലൂരിൽ മധ്യവയസ്കയെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മണലൂർ സത്രം ശിവക്ഷേത്രത്തിന് പിൻവശം വേളയിൽ മുരളിയുടെ ഭാര്യ ലത ആണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ വീടിൻ്റെ പുറകിൽ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അന്തിക്കാട് പോലീസ് സംഭവ സ്ഥലത്തെത്തി. മക്കൾ മിഥുൻ, അമൃത. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അന്തിക്കാട് പഞ്ചായത്ത് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം അന്തിക്കാട് പെൻഷൻ ഭവനിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിൽ KSSP കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നല്ല രീതിയിലുള്ള ഒരു അടുക്ക് ചിട്ടയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി, കരുത്തുള്ള ഒരു സംഘടനയായി ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്കാണ് ഈ സംഘടനയുടെ പ്രവർത്തനം ഇപ്പോൾ നിലനിൽക്കുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണത്തിൽ മാത്രം സംഘടന മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതി ചിന്തിക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നിരുന്നാലും സംസ്ഥാനത്തെ മുഴുവൻ റിട്ടയേർഡ് ജീവനക്കാരെ മുഴുവനും ഉൾക്കൊള്ളാൻ, അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഉൾക്കൊള്ളാൻ പ്രാപ്തമാകുന്ന രീതിയിലേക്ക് ഒരു സംഘടനാ പ്രവർത്തനം ചിട്ടയായി കൊണ്ടുപോകുന്നതിന് KSSPന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കാലമത്രയായും എൻ്റെയും അനുഭവം. യൂണിറ്റ് പ്രസിഡന്റ് VB കൈലാസൻ അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി KV സുമതി, ജില്ലാ കമ്മിറ്റി അംഗം V ദാക്ഷായണി ടീച്ചർ, യൂണിറ്റ് സെക്രട്ടറി TS വിശാലാക്ഷി, യൂണിറ്റ് ട്രഷറർ AL ജോയ്, KK സുജാത, ജില്ലാ കമ്മിറ്റി അംഗം ശ്യാമള ദേവി ടീച്ചർ, ബ്ലോക്ക് സെക്രട്ടറി TK പീതാംബരൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് TR പുഷ്പാങ്കദൻ, മുൻ യൂണിറ്റ് പ്രസിഡന്റ് MK ഷൺമുഖൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം KK സച്ചിദാനന്ദൻ, വൈസ് പ്രസിഡന്റ് U നാരായണൻകുട്ടി, ബ്ലോക്ക് കമ്മിറ്റി അംഗം MV അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. പുതിയ വർഷത്തേക്കുള്ള യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ബ്ലോക്ക് കൗൺസിലർ എന്നിവയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. വരണാധികാരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KR പുഷ്പവല്ലി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. തുടർന്ന് വനിതകളുടെ സംഘനൃത്തവും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. കഴിമ്പ്രം വാഴപ്പുള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മകരപ്പത്ത് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, കലശാഭിഷേകം, ശീവേലി, ഉച്ചയ്ക്ക് പ്രസാദോട്ട്, വൈകിട്ട് പൂരം വരവ്, ഏഴാനകളോടുകൂടി പകൽപൂരം, എഴുന്നള്ളിപ്പ്, ദീപാരാധന, വർണ്ണമഴ, അന്നദാനം, രാത്രി അത്താഴപൂജ, തുടർന്ന് ഉറുമി ബാൻഡിൻ്റെ സംഗീത വിസ്മയം, പള്ളിവേട്ട, വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ, മേൽശാന്തി മനോജ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം ഭാരവാഹികളായ VU ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസ്, VK ശശിധരൻ, VD മനോജ്, VJ ഷാലി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ തിരുനാൾ ജനുവരി 25-26 തീയതികളിലായി ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിലെ 168 ഇടവക തിരുനാൾ 2025 ജനുവരി 25, 26, 27 തീയതികളിലായിട്ട് സമുചിതമായിട്ട് ആഘോഷിക്കുകയാണ്. ശനിയാഴ്ച വിവിധ ദേശങ്ങളിൽ നിന്നുള്ള അമ്പ പ്രദർശനങ്ങളും ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ ജൂബിലിയും ജനുവരി 24 വൈകിട്ട് 7 മണിക്ക് തിരുനാളിനോട് അനുബന്ധിച്ചൊരുക്കുന്ന ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ നടക്കും. വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഫ്രാങ്കോ ഫ്രോണീസ് ചെറുതാണിക്കൽ കാർമ്മികനാകും. ശനിയാഴ്ച ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, അമ്പ് വെഞ്ചിരിപ്പ്, യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നള്ളിക്കൽ എന്നിവ ഉണ്ടായിരിക്കും. വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ കാർമ്മികത്വം വഹിക്കും. രാത്രി 10 മണിക്ക് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ സമാപിക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:30 ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. 10 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിമ്മി അടക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജിതിൻ നെല്ലാനിക്കോട് സഹകാർമ്മികനാകും. ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 മണിക്ക് നടത്തുന്ന കുർബാനയ്ക്ക് ഫാദർ ജെയ്സൺ വടക്കേത്തല കാർമ്മികനാവും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം വൈകിട്ട് 7 മണിക്ക് യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സെൻറ് ജോസഫ് കോട്ടപ്പടി നയിക്കുന്ന ബാൻഡ് നൈറ്റും ഉണ്ടായിരിക്കും. ജനുവരി 27 മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുകർമ്മങ്ങളും സെമിത്തേരിയിലേക്ക് പ്രദക്ഷിണവും നടത്തും. വൈകിട്ട് 7 മണിക്ക് കൊച്ചിൻ തരംഗ് ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും. ജനറൽ കൺവീനർ CV ജോസഫ്, കൈക്കാരൻ ML ജോസ്, പബ്ലിസിറ്റി കൺവീനർ ഇഗ്നേഷ്യസ് കുറ്റിക്കാടൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം നോക്കാം മറ്റു വാർത്തകൾ. ആസ്റ്റർ ഫീനിക്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്റർ ചെറ്റുവ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് തീരദേശത്തെ ഏറ്റവും വലുതും ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച അടിയന്തര ചികിത്സാ വിഭാഗം. എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റിന്റെ സേവനം 24 മണിക്കൂറും. റോഡ് അപകടങ്ങൾ, വീടുകളിലും തൊഴിലിടങ്ങളിലും സംഭവിക്കുന്ന വീഴ്ചകൾ, കുഴഞ്ഞുവീഴൽ, തീപ്പൊള്ളൽ, മുറിവുകൾ, ഒടിവുകൾ, ചതവുകൾ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ, ഹൃദ്രോഗ ലക്ഷണങ്ങൾ, വയറുവേദന, മൂത്രത്തടസ്സം, തളർച്ച, സോഡിയം കുറയൽ, പക്ഷാഘാത ലക്ഷണങ്ങൾ, മെഡിക്കൽ ICU, കാത്ത് ലാബ്, കാർഡിയാക് ICU, ഓർത്തോ ICU, വെന്റിലേറ്റർ, CT സ്കാൻ, എക്കോ, ECG, എക്സ്റേ, ലബോറട്ടറി. എല്ലാ ദിവസവും 24 മണിക്കൂറും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ലേബർ റൂം കോംപ്ലക്സ് എന്നിവയുടെ പ്രവർത്തനവും ഫീനിക്സ് മെഡിസിറ്റിയിൽ ലഭ്യമാണ്. ഫോൺ 0487 229 4444 9747 215 850. Manappuram Geeta Ravi Public School, the joy of learning. വാർത്തകൾ തുടരുന്നു. പെരിഞ്ഞനത്ത് ഡയറക്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിലായി. പാലക്കാട് കണ്ണമ്പ്ര പരുവശ്ശേരി സ്വദേശി ചമപ്പറമ്പ് വീട്ടിൽ സന്തോഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ പെരിഞ്ഞനം ദുർഗാനഗറിൽ വെച്ച് ചന്ദ്രാപിന്നിയിൽ താമസിക്കുന്ന തിരൂർ സ്വദേശിയായ യുവതിയെയാണ് ഓട്ടോറിക്ഷയിൽ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോവുകയും ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഈ സമയം യുവതി തന്ത്രപൂർവ്വം ഓട്ടോറിക്ഷയിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു. യുവതിയുടെ പരാതിയിൽ കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. യുവതിയുടെ മൊഴിയിൽ നിന്നും ആദർശ് എന്ന് എഴുതിയ പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കോതപറമ്പിൽ വെച്ച് ഓട്ടോറിക്ഷ കണ്ടെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തീരദേശ മേഖലയിൽ ഫിനോയിൽ വിൽപ്പന നടത്താനെത്തിയതായിരുന്നു സന്തോഷ്. പ്രതിയെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും.
റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിൻ്റെ നിർദ്ദേശാനുസരണം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിൻ്റെ നേതൃത്വത്തിൽ കയ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർമാരായ സൂരജ്, പ്രദീപ്, ജെയ്സൺ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ലിജു ഇയാനി, നിഷി, പോലീസ് ഉദ്യോഗസ്ഥരായ ബിജു, നിഷാന്ത്, ഷിജു, അനന്ത് മോൻ, പ്രിയ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. മണലൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ മണലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സോളാർ വൽക്കരണം പദ്ധതിയുടെ സ്വിച്ച് ഓൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. പഞ്ചായത്ത് ഓഫീസ് സോളാർവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മരിയ, മെമ്പർമാരായ പി ടി ജോൺസൺ, കൃഷ്ണേന്ദു ഷിജിത്ത്, കവിത രാമചന്ദ്രൻ, ഷേളി റാഫി, പഞ്ചായത്ത് സെക്രട്ടറി ദീപ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ പഞ്ചായത്ത് ഓഫീസ്, അനുബന്ധ സ്ഥാപനം, കൃഷി ഓഫീസ്, അതുപോലെ ട്രഷറി ഇതടക്കം നമുക്ക് പൂർണ്ണമായിട്ടും സോളാറിൻ്റെ വൈദ്യുതിയിലേക്ക് മാറുകയാണ്. കറണ്ട് ബിൽ ഇനത്തിൽ മണലൂർ ഗ്രാമപഞ്ചായത്തിന് ഒരു വർഷത്തിൽ ലക്ഷങ്ങളോളം രൂപ ലാഭിക്കാൻ പറ്റുന്നൊരു പദ്ധതിയാണ് മണലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ ഭരണസമിതി അംഗമായിരുന്ന ശ്രീ പി ടി ജോൺസന്റെ നേതൃത്വത്തിലുള്ള അവരുടെ അതിൽ തുടർച്ചയാണ് പദ്ധതി വെച്ചത്. ഈ പദ്ധതി ഫലം കാണാമെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പാരമ്പര്യേതര ഊർജ്ജത്തിൽ നിന്ന് നമ്മൾ ഒരു കൺവെൻഷനിൽ നിന്ന് നോൺ കൺവെൻഷണൽ എനർജിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ട് പഞ്ചായത്ത് തന്നെ ഒരു മാതൃക കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരിങ്ങോട്ടുകര അശ്വിനി മെഡിക്കൽ സെന്ററും എടമുട്ടം ലയൺസ് ക്ലബ്ബും സംയുക്തമായി SNS സമാജം വിദ്യാമന്ദിർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ആരോഗ്യ സംരക്ഷണ ക്യാമ്പ് സംഘടിപ്പിച്ചു. സമാജം സെക്രട്ടറി സുനിൽ അണക്കത്തിൽ ഉദ്ഘാടനം ചെയ്തു. അശ്വിനി മെഡിക്കൽ സെന്റർ ഇൻചാർജ് ഡോക്ടർ ഷിബിജ കുട്ടികളെ പരിശോധിച്ചു. അശ്വിനി ആശുപത്രി ഓപ്പറേഷൻസ് മാനേജർ VP പ്രജേഷ്, ലാബ് ഇൻചാർജ് അഞ്ജന അനിൽ, എടമുട്ടം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് EV സുമോദ്, ട്രഷറർ ജയ്സിംഗ്, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ PN സുജിൻ, SNS വിദ്യാമന്ദിർ പ്രിൻസിപ്പൽ PS പ്രസീദ് എന്നിവർ പങ്കെടുത്തു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക, ഭരണസ്തംഭനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുരളി പെരുന്നെല്ലി MLA സമരം ഉദ്ഘാടനം ചെയ്തു. പോലീസിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, അതേപോലെ കരാറുകാർ, അതുപോലെയുള്ളവരൊക്കെ കൊടുത്ത പരാതികൾ, ഇതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഒന്നാണ്. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റിനെയും ഭരണ സംവിധാനത്തെയും സംബന്ധിച്ചാണ്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായൊരു മുദ്രാവാക്യമല്ല. ഞങ്ങളല്ലല്ലോ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അത് ഓരോന്നിടത്ത് പരിശോധിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ്. എന്താ ഗ്രാമപഞ്ചായത്തിൻ്റെ വാഹനത്തിൻ്റെ ഡ്രൈവർ പറഞ്ഞ കാര്യം വളരെ ഗൗരവപ്പെട്ട കാര്യമല്ലേ. കഴിഞ്ഞ ദീർഘകാലമായി ഈ ഭരണം വന്ന ആ നാൾ മുതൽ പഞ്ചായത്ത് ഭരണത്തിൻ്റെ ആ വാഹനം കൈകാര്യം ചെയ്യുന്ന രഞ്ജിത്ത്, അതിൻ്റെ ഡ്രൈവർ, ആ രഞ്ജിത്ത് പത്രമാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം എന്താണ്? ആ കാര്യം പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വാഹനം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. ദുരുപയോഗം ചെയ്യാണ്. പഞ്ചായത്ത് വാഹനം, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വാഹനമില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് മാത്രമാണ് വാഹനമുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിലുള്ള വാഹനമുള്ളത് ജില്ലാ പഞ്ചായത്തിന്. ആ ഗ്രാമപഞ്ചായത്തിൻ്റെ വാഹനമാണ്, പ്രസിഡന്റിന്റെ വാഹനമല്ല. CPI സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മണലൂർ പഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും ഭരണസ്തംഭനവും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്നും ഇതിന് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. CPM ഏരിയ സെക്രട്ടറി PA രമേശൻ, VR മനോജ്, TD ജോസ്, BN സുർജിത്ത്, KV വിനോദൻ, MR മോഹനൻ, VV പ്രഭാത് എന്നിവർ സംസാരിച്ചു. സാജൻ മുടവങ്ങാട്ടിൽ, KV ഡേവിസ്, BG രാധാകൃഷ്ണൻ, BV സജീന്ദ്രൻ, സീത ഗണേഷ്, ധനേഷ് മടത്തിപ്പറമ്പിൽ, PB ജോഷി എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം നമ്പിക്കടവ് പുളിക്കൽ ധർമ്മദൈവ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ നടന്നു. ഒന്നാം ദിവസമായ വ്യാഴാഴ്ച മുത്തപ്പൻ വീരഭദ്രസ്വാമി കരിക്കുട്ടിക്കും കളം വഴിപാട് നടത്തി. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റും മറ്റംഗങ്ങളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രൂപത്തിൽ നടത്താൻ ഉദ്ദേശിക്കുക കൂടി തിരുവാതിരക്കളി ഇടയിൽ വെച്ചിട്ട് നിർത്തേണ്ട ഒരവസ്ഥ വന്നു. പക്ഷേ ഒട്ടും തളരാതെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നെഴുന്നേറ്റ് എല്ലാവരും വീണ്ടും ഒരു പുതുജീവൻ നൽകിക്കൊണ്ട് ഈ വർഷം വീണ്ടും നന്നായി പെർഫോം ചെയ്യാം എന്നുള്ള ആഗ്രഹം കൊണ്ട്
നല്ല ട്രെയിനിങ്. എനിക്കറിയാം, അഹോരാത്രം കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടുത്തെ നമ്മുടെ കലാകാരികളും കലാകാരന്മാരും എല്ലാം ഈ പരിപാടിക്ക് നിന്നിട്ടുള്ളത്. എന്തായാലും അവർക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവർക്കും അവർക്ക് ആശംസകൾ നേരുന്നു. പുളിക്കൽ മാതൃസമിതി അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി ഏറെ ശ്രദ്ധേയമായി. പരിപാടികൾക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഭരതൻ പുളിക്കൽ, സെക്രട്ടറി പ്രേമദാസ് പുളിക്കൽ, ട്രഷറർ മനോജ് പുളിക്കൽ, മോഹൻദാസ് പത്മരാജ്, വിജയൻ, രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഭഗവതി മന്ദസ്മിത ശ്രീമുഖീ വാത്സല്യാമൃതവർഷിണി. തൃപ്പയാർ NES കോളേജ് സ്പോർട്സ് മീറ്റിനോടനുബന്ധിച്ച് ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ NC അനീജ ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ചെസ് കോമ്പറ്റീഷൻ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ ചെസ് കോമ്പറ്റീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെസ് കളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചുകൂടി ബുദ്ധിയുടെ ഉണർവും ഒക്കെ കിട്ടുന്ന ഒരു ഇൻഡോർ ഗെയിമാണ് ചെസ് എന്ന് പറയുന്നത്. ആ ചെസ് മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൽ ഇത്രയും കുട്ടികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. ഇനിയും ഒരുപാട് കുട്ടികളെ ഈ ചെസ്സിലേക്ക് വരാനും കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതുവഴി നമ്മൾ ചെയ്യുന്നത്. എല്ലാ കുട്ടികളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ചടങ്ങിൽ അസിസ്റ്റന്റ് പ്രൊഫസർ MB ലതിമോൾ ആമുഖ പ്രസംഗം നടത്തി. ആർബിറ്റർ നവ്യ ആൽവിൻ ചെസ് മത്സരങ്ങൾ നിയന്ത്രിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ശശിധരൻ, സ്മിത NR, സജിത NV, ദീപ MB, അങ്കിത TS, അപർണ, കണ്ണൻ, രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. നിങ്ങളൊരു സ്കിൽഡ് വർക്കറാണോ എങ്കിൽ ചെറുതും വലുതുമായ എല്ലാവിധ പവർ ടൂളുകൾക്കും ഹാർഡ് ടൂളുകൾക്കും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, പാർട്സ് അവൈലബിലിറ്റി, ക്വാളിറ്റി, ലോങ് ടേം യൂസബിലിറ്റി എന്നിവ ഉറപ്പു നൽകുന്ന കോസ്റ്റൽ ക്ലോക്കിൽ നിന്ന് തന്നെ ടൂളുകൾ വാങ്ങൂ. ഒപ്പം ഡോക്ടർ ടൂൾസിന്റെ ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും ഉറപ്പാക്കൂ. കോസ്റ്റൽ ക്ലോക്ക്, കംപ്ലീറ്റ് പവർ ടൂൾ സൊല്യൂഷൻ, ഇപ്പോൾ തളിക്കുളത്തും ചാവക്കാടും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശികന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ.
ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഈ ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ട് ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ്. വീണ്ടും വാർത്തകളിലേക്ക്. പെരിഞ്ഞനത്ത് കാറും ഗുഡ്സ് ഓട്ടോയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 4 പോലീസുകാർ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ SI ബദറുദ്ദീൻ, പോലീസുകാരായ ബിനു, കണ്ണൻ, ജോൺ എബ്രഹാം, പ്രതികളായ കോഴിക്കോട് പേരാമ്പ്ര സ്വദേശികളായ മുഹമ്മദ് അഫ്സൽ, നൌഷാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 4:15 ദേശീയപാതയിൽ പെരിഞ്ഞനം യമുന ഓഡിറ്റോറിയത്തിന് സമീപമായിരുന്നു അപകടം. ദേശീയപാതയ്ക്കരികിൽ നിർത്തിയിട്ടിരുന്ന എയ്സ് വണ്ടിയിൽ നിയന്ത്രണം വിട്ട കാർ വന്നിടിക്കുകയായിരുന്നു. പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ വൈകിട്ടോടെ ഡിസ്ചാർജ് ചെയ്തു. കോഴിക്കോട് കേസന്വേഷണത്തിന് പോയി പ്രതികളെയും കൊണ്ട് മടങ്ങി വരവെയാണ് അപകടമുണ്ടായത്. തളിക്കുളം എരണയെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ജനുവരി 29 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന് മുന്നോടിയായി ദേവിയുടെ ഗ്രാമപ്രദക്ഷിണം ജനുവരി 27 രാവിലെ നടക്കും. ജനുവരി 28 പള്ളിവേട്ട മഹോത്സവവും നടക്കും. ഉത്സവ ദിവസമായ 29 രാവിലെ മഹാഗണപതി ഹോമം, പ്രഭാത ശീവേലി, വൈകിട്ട് നടക്കുന്ന കാഴ്ച ശീവേലിയിൽ 9 ഗജവീരന്മാർ പങ്കെടുക്കും. ചിറക്കൽ കാളിദാസൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, രാത്രി 8 മണിക്ക് വോയിസ് ഓഫ് കൊച്ചിൻ നയിക്കുന്ന പാട്ടുത്സവം, തുടർന്ന് തായമ്പകയും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 30-ാം തീയതി ആറാട്ട് മഹോത്സവത്തോടെ ഉത്സവത്തിന് സമാപനമാകും. ക്ഷേത്രം തന്ത്രി CB പ്രകാശൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് റോഷ് AR, സെക്രട്ടറി സ്മിത്ത് EVS, വൈസ് പ്രസിഡന്റ് ഷൈജു ES, ജോയിന്റ് സെക്രട്ടറി പ്രിൻസ് മദൻ, ഖജാൻജി ഷെറി EV എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 27 ഗ്രാമപ്രദക്ഷിണം, 28 9 മണിക്ക് പള്ളിവേട്ട, 29 മഹോത്സവം. 9 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി ശ്രീ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്നു. ചിറക്കൽ കാളിദാസൻ ദേവിയുടെ തിടമ്പേറ്റുന്നത്. പഴുവിൽ ശ്രീമൂലസ്ഥാനം വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന അഖില കേരള ചന്ദ്രഹാസ നൃത്ത സംഗീതോത്സവത്തിന്റെ 3-ാം ദിവസമായ വെള്ളിയാഴ്ച സജിത് നായർ, ഗംഗാദേവി പെരുവല്ലൂർ എന്നിവരുടെ സംഗീത കച്ചേരിയും ഇരവിമംഗലം വേദവേദ്യ AR പ്രസാദും സംഘവും അവതരിപ്പിച്ച ശ്രീ ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനവും, ഇരിഞ്ഞാലക്കുട അമൃതവർഷിണി അവതരിപ്പിച്ച ഭജനാമൃതവും, മുല്ലശ്ശേരി വേദകളരി സംഘം അവതരിപ്പിച്ച കളരി പ്രദർശനവും ശ്രദ്ധേയമായി.
വേദകളരിയിലെ ഡോക്ടർ സുവ്രതൻ ഗുരുക്കളെ ശ്രീമൂലസ്ഥാനം ക്ഷേത്രം സെക്രട്ടറി മേഘനാഥൻ ആദരിച്ചു. അഖില കേരള തിരുവാതിരക്കളി മത്സരം ഗായിക റെജി ഭദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാത്രി രാമല്ലല്ല ഫെയും പ്രണയ പ്രശാന്ത് അവതരിപ്പിക്കുന്ന വിഷ്ണുമായ താണ്ഡവം അരങ്ങേറി. തിരുവാതിര മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം സീരിയൽ താരം ഭവ്യ നായർ നിർവഹിച്ചു. ലയൺസ് സൈറ്റ് ഫോർ കിഡ്സ് പ്രോജക്റ്റിന്റെ ഭാഗമായി ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഡി റീജിയൻ 2 വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് കണ്ണടകൾ വിതരണം ചെയ്തു. കണ്ടശങ്കടവ് പ്രൊഫസർ മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആദ്യ ചടങ്ങിൽ വിഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എം പ്രദീപ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. റീജിയൻ ചെയർപേഴ്സൺ MC മദനകുമാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അന്തിക്കാട് ഹൈസ്കൂൾ, GLP സ്കൂൾ അന്തിക്കാട്, KGMLP സ്കൂൾ അന്തിക്കാട്, GLP സ്കൂൾ പുത്തൻപേടിക, ALP സ്കൂൾ മുറ്റിച്ചൂർ, AMUP സ്കൂൾ മാങ്ങാട്ടുകര എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കും കണ്ണടകൾ വിതരണം ചെയ്തു. സോൺ ചെയർപേഴ്സൺ PS ഉണ്ണികൃഷ്ണൻ, ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ്, വിവിധ ലയൺസ് ക്ലബ്ബുകളിലെ പ്രസിഡന്റുമാരായ CP ജയപ്രകാശ്, PR മോഹൻദാസ്, ആന്റണി വർക്കി, PV മോഹൻലാൽ, TN സുഗതൻ, പവിത്രൻ ഇയാനി, VR സൽഗുണൻ എന്നിവർ പങ്കെടുത്തു. ശസ്ത്രക്രിയ നടത്തിയത് ലയൺസ് പ്രസ്ഥാനമായിരുന്നു. അതിനുശേഷം പല സംഘടനകളും ഇത് എടുത്തപ്പോൾ നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ മൊബൈൽ നോണ്ടി കണ്ണുകേട് വരുത്തും, അതുപോലെ തന്നെ TV കണ്ടുകൊണ്ടും TVയുടെ മുമ്പത്തും കമ്പ്യൂട്ടറിൻ്റെ മുമ്പത്തും നിങ്ങൾ അത് ഒരുപാട് ഉപയോഗിച്ച് കാഴ്ച വൈകല്യം ഉണ്ടാകുമെന്ന് 25 വർഷം മുമ്പ് ലയൺസ് പ്രസ്ഥാനം മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് സൈറ്റ് ഫോർ കിഡ്സ് എന്ന ഒരു പദ്ധതി ലയൺസ് ക്ലബ്ബ് 25 വർഷം മുമ്പ് ആരംഭിച്ചത്. ഇന്ന് ലോകത്തെമ്പാടും ഈ പരിപാടി നടന്നു വരുന്നുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ ഏകദേശം ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് 2 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ലയൺസ് ക്ലബ്ബ് ചെലവഴിക്കുന്നത്, കേരളത്തിൽ മാത്രം. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ വയോജന സഹായ ഉപകരണ വിതരണവും വയോജന ഗ്രാമസഭയും സംഘടിപ്പിച്ചു. 60 വയസ്സിന് മുകളിലുള്ള ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഹിയറിംഗ് എയ്ഡ്, ട്രൈപോഡ്, വാക്കർ, വീൽചെയർ എന്നിവ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി, പ്രില്ല സുധി, ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ EP അജയഘോഷ്, BK മണിലാൽ, മണി ഉണ്ണികൃഷ്ണൻ, സിജി സുരേഷ്, രശ്മി ഷിജോ, അനിത ത്രിദീപ് കുമാർ, ICDS സൂപ്പർവൈസർ ജസീറ എന്നിവർ സംസാരിച്ചു. പ്രവർത്തനങ്ങൾ നമുക്ക് ഈ പ്രാവശ്യം 60 വയസ്സിന് മുകളിലുള്ളവരുടെ ഒരു കലോത്സവം സംഘടിപ്പിക്കണം. അപ്പോൾ വീട്ടിൽ ഒരുപാട് പേര് നല്ല പാട്ട് പാടാനും എല്ലാത്തിനും കഴിവുള്ളവരൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ പരിപാടിയിലേക്ക് ഒരു പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഗ്രാമസഭയിൽ നൽകുന്ന പോലെ തന്നെ ഇന്നത്തെ പ്രത്യേക ഗ്രാമസഭയിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങളായിട്ട് നൽകാം. നിർദ്ദേശങ്ങൾക്കായിട്ട് പ്രത്യേകം ക്ഷണിക്കുകയാണ്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും മെറിറ്റ് ഡേയും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് സമ്മേളനവും എൻഡോമെന്റ് വിതരണവും നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയം കുട്ടികൾ എന്നൊരൊറ്റ ചിന്ത മാത്രമേ ടീച്ചർക്കുള്ളൂ. ഇത്രയും നല്ലൊരു അധ്യാപിക ഈ വിദ്യാലയത്തിന് നഷ്ടമാവുന്നത് അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നത് ഈ വിദ്യാലയത്തിന് തന്നെ തീരാ നഷ്ടമാണ്. കാരണം അധ്യാപക ലോകത്തിന് തന്നെ ഒരു തീരാ നഷ്ടമാണ്. എങ്ങനെയായിരിക്കണം അധ്യാപകർ കുട്ടികളോടായാലും വിദ്യാലയത്തിനോട് എത്രമാത്രം ആത്മാർത്ഥത പുലർത്തണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഷെറീഫ ടീച്ചർ. വളരെയേറെ വിഷമത്തോടെയാണ് ഞാൻ ഈ ടീച്ചറുടെ വിടവാങ്ങലിൽ ഞാൻ തന്നെ വരേണ്ടി വന്നത്. എനിക്കൊരു വളരെ വലിയ സങ്കടമായി തോന്നുന്നു. ടീച്ചറുടെ സാന്നിധ്യം എപ്പോഴും ഈ വിദ്യാലയത്തിൽ ഉണ്ടാവണം. ടീച്ചർക്കും കുടുംബത്തിനും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് എനിക്ക് വളരെ വേദനയുണ്ട്. പക്ഷെ നിവൃത്തിയില്ലല്ലോ. PTA പ്രസിഡന്റ് UK ഗോപാലൻ അധ്യക്ഷനായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക PH ഷരീഫയ്ക്ക് യാത്രയപ്പ് നൽകി. ഈ വർഷം വിരമിക്കുന്ന മുൻ അധ്യാപകൻ KJ സന്തോഷ് കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. വീൽചെയർ ബാസ്കറ്റ്ബോൾ താരദമ്പതികളായ കടുകപ്പീടികയിൽ സാദിഖ്, ഫസ്ര ബാനു എന്നിവരെ ആദരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ, നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ, OSA പ്രസിഡന്റ് PK രാഘുലൻ, PTA വൈസ് പ്രസിഡന്റ് ശ്രീജ ജയകുമാർ, തളിക്കുളം BRC BPC TV ചിത്രകുമാർ, കൊടിയമ്പുഴ ദേവസ്വം നാട്ടിക വലപ്പാട് മേഖലാ പ്രസിഡന്റ് KN രാജൻ, ഹൈസ്കൂൾ അധ്യാപിക KV ഷീജ എന്നിവർ സംസാരിച്ചു. സീനിയർ അധ്യാപിക അർച്ചന P വിജയൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു.
പ്രധാനാധ്യാപിക PH ഷരീഫ, KJ സന്തോഷ് കുമാർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. പ്രിൻസിപ്പൽ ഇൻചാർജ് സ്മിത MS, സ്റ്റാഫ് സെക്രട്ടറി ബഷീർ VK എന്നിവരും സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മണലൂരിൽ മധ്യവയസ്കയെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ഞനത്ത് യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിൽ. തളിക്കുളം എറണാകുളത്ത് ക്ഷേത്രോത്സവം ബുധനാഴ്ച ആഘോഷിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.